ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യാൻ സാധിക്കണം. കാരണം ഒരുപാട് ആളുകൾ റിലേഷൻഷിപ്പ് ഇഷ്യൂമായിട്ട് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ആളുകൾ ഓരോ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇത് കുറെ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നില്ല മുമ്പ്, ഇപ്പോഴാണ് അറിയാൻ സാധിച്ചത്, അല്ലെങ്കിൽ പണ്ട് എനിക്കൊരു സൂചന കിട്ടിയിരുന്നു പക്ഷെ ഞാൻ അതൊന്ന് കാര്യമാക്കി എടുത്തില്ല. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരുപാട് നാളായി അല്ലെങ്കിൽ ഒരുപാട് വർഷമായിട്ട് ഞാൻ ഇത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ ഇങ്ങനെ ഒരു ഇഷ്യൂ ലൈഫിൽ ഫേസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഏത് സമയത്താണ് കട്ട് ഓഫ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണോ വേണ്ടോ എന്നുള്ളത് ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ അത് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും അത് കംപ്ലീറ്റ്ലി ഡിസലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ എല്ലാം കംപ്ലീറ്റ്ലി ഡിസലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. മാത്രമല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് എപ്പോഴും ഒരു ഫൈറ്റിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. അവസാനം തെറ്റിപ്പിരിയുന്ന ഒരു അവസ്ഥയിലാണ് ഇത് ചെന്നെത്തുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇത് ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും ഒരു 90% കാര്യത്തിലും എല്ലാം ഇങ്ങനെ ഡിസലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഒട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ആ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് റീതിങ്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ കേസ് ഇതാണ്. ഇനി രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബ്യൂസ് ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു കേസ്. അത് വെർബലി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം, ഇമോഷണലി ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ഒരു അബ്യൂസിങ് ഫീല് നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു കേസ്. ചില ആളുകൾ ഉണ്ടായിരിക്കും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് മോശം വേർഡ്, ഒരുപക്ഷെ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് അതൊരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ അത്രത്തോളം ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വേർഡുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊരു തരത്തിൽ ഇമോഷണലി ഉണ്ടാകുന്ന ഒരു അബ്യൂസ് ആണ്. അപ്പോ ഇങ്ങനെ നിങ്ങൾക്കൊരു അബ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഇത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് റീതിങ്ക് ചെയ്യാനുള്ള ഒരു കറേജ് ഉണ്ടായിരിക്കണം. സോ ഇതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെന്റൽ സ്ട്രെയിൻ ആണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു കേസ്. ഇങ്ങനെ ഉണ്ടായിരിക്കുമോ എന്നുള്ളത് പല ആളുകൾക്കും, അതായത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരു അതിശയമായി തോന്നിയേക്കാം. പക്ഷെ ഇങ്ങനത്തെ കേസുകളും ഉണ്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ, കുറച്ചു നേരം ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെന്റൽ സ്ട്രെയിൻ ആണ് അല്ലെങ്കിൽ വളരെയധികം എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീല്, എല്ലാ എനർജിയും ഊറ്റിയെടുക്കുന്ന ഒരു ഫീല്, ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു കാര്യം. കാരണം ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസ് ആയിരിക്കും നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ വളരെയധികം കൗതുകത്തോടു കൂടി അല്ലെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റോടു കൂടി ചെല്ലുന്നത്. സംസാരിച്ചു കഴിഞ്ഞാൽ കോൺവെർസേഷൻ എവിടെയാണോ ഫുൾ സ്റ്റോപ്പ് വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു മെന്റൽ സ്ട്രെയിൻ ആണ് അല്ലെങ്കിൽ ഒരു ഫിയർ ആണ് അല്ലെങ്കിൽ ഒരു അൺഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇത് എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ചില കാര്യങ്ങൾ വളരെയധികം ഡിസലൈൻഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും റീതിങ്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് ഇതാണ്. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ട്രസ്റ്റ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു സത്യസന്ധമല്ലാത്ത ഒരു പ്രവൃത്തി, വാക്കുകള് അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെയാണ് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പോയിന്റിലും നിങ്ങൾ ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ടതായിട്ട് വരും. എപ്പോഴാണ് നമുക്കൊരു വ്യക്തിയോടുള്ള വിശ്വാസം നഷ്ടമാവുന്നത്? അവർ പറയുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിൽ ഒട്ടും മാച്ചിങ് അല്ലാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിസ്ഹോണസ്റ്റ് ആയി പെരുമാറുന്ന സമയത്ത്, ഒന്നിലും ഒരു സ്റ്റെബിലിറ്റി കാണാതിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് നൽകുന്ന വാക്കുകൾ അല്ലെങ്കിൽ പ്രോമിസുകളൊക്കെ എല്ലായ്പ്പോഴും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ തന്നെ ആ വ്യക്തിയുടെ ഒരു ലാക്ക് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്
നമുക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ വിശ്വാസം എല്ലായ്പ്പോഴും തകർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒട്ടും വിശ്വസനീയമല്ലാത്ത രീതിയിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതും ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒരു റിലേഷൻഷിപ്പിന് എപ്പോഴും ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മാനിപ്പുലേഷൻ. ഒരു പക്ഷേ ഒരു വ്യക്തിയെ നമുക്ക് ഇഷ്ടമല്ലാതാവുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും. അതായത് മാനിപ്പുലേറ്റീവ് ആയിട്ടായിരിക്കും ആ വ്യക്തി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പരസ്പരം തമ്മിൽ തെറ്റിക്കുക, അതല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഡ്രാമ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക, ഇതൊക്കെ ഈ മാനിപ്പുലേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. സോ ഇത്തരത്തിൽ വളരെ ഹാംഫുൾ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഗിൽട്ടൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഒട്ടും തന്നെ സത്യസന്ധമല്ലാത്ത രീതിയിലാണ് ആ വ്യക്തിയുടെ പ്രവൃത്തികൾ കൂടുതലായി കാണപ്പെടുന്നത്, മാനിപ്പുലേറ്റീവ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പോയിന്റിലും ഒന്നുകൂടി റീതിങ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫൈനലി, ലാക്ക് ഓഫ് റെസ്പെക്ട്. റെസ്പെക്ട് എന്നുള്ളത് ഒരു ചെറിയ വേർഡ് അല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ ഇത്രയും കാര്യം നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ പരസ്പരം ബഹുമാനിക്കപ്പെടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഓക്കെ ആയിരിക്കും. എന്നാൽ ഇതെല്ലാം ആബ്സെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ഒട്ടും റെസ്പെക്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല, ഇഷ്ടങ്ങളൊന്നും നടക്കുന്നില്ല, ഒട്ടും സെൽഫ് ഗ്രോത്ത് വരുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പോയിന്റും ഒന്നുകൂടി നിങ്ങൾ ആ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത് റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെ ആണല്ലോ, അല്ലെങ്കിൽ ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ലല്ലോ എന്ന രീതിയിലായിരിക്കും ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കുക. പക്ഷെ ഇതേ കാര്യങ്ങൾ തുടർന്നു പോകുന്ന സമയത്ത്, ആ റിലേഷൻഷിപ്പ് എത്രത്തോളം മുന്നോട്ട് പോകുന്നു ആ സമയത്തൊന്നും ഇങ്ങനെയുള്ള ഇതിലൊരു പ്രോഗ്രസ് കാണുന്നില്ല, അല്ലെങ്കിൽ ഒട്ടും മാറ്റം കാണുന്നില്ല, ഒട്ടും ഹാപ്പി ആയിട്ട് ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് നമ്മൾ വേണോ വേണ്ടോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എത്രത്തോളം നമ്മൾ കുറെ കൂടി മുന്നേ ചിന്തിക്കുന്നോ അത്രത്തോളം നമുക്ക് ആ ഒരു മെന്റൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായും ഒരു പക്ഷേ ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഡിസലൈൻഡ് വാല്യൂസ് ആണ്. അതായത് എല്ലാ വ്യക്തികളും ഡിഫറെന്റ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും ഒട്ടും മാച്ച് അല്ലാതെ വരുന്ന സമയത്ത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം മേൽപ്പറഞ്ഞ പല കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റീതിങ്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് വളരെയധികം ഹാപ്പിയായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്